പുതുവർഷം പുത്തൻ കലണ്ടർ അല്ല, പുത്തൻ കണ്ണാടിയാണ്. ഒരു പുതുവർഷം കൂടി നമ്മളെ തേടിയെത്തി. കലണ്ടറിലെ ഒരു പേജ് മാറി. എന്നാൽ ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിലെ പേജ് മാറിയോ? പഴയ വർഷം നമ്മളെ പഠിപ്പിച്ചത് വേദനകളായിരുന്നോ അതോ ശക്തികളായിരുന്നോ? തോറ്റുപോയ സ്വപ്നങ്ങൾക്കിടയിൽ നിശബ്ദമായി വിജയിച്ച ധൈര്യങ്ങൾ നമ്മൾ കണ്ടോ? പുതുവർഷം എന്നത് പുതിയ ദിവസങ്ങളുടെ എണ്ണം മാത്രമല്ല, പുതിയ തീരുമാനങ്ങളുടെ അവസരമാണ്. ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ജീവിതത്തെ മറ്റൊരു കണ്ണാടിയിലൂടെ ഒന്ന് നോക്കിക്കാണാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ വർഷം എല്ലാം മാറും, ഈ വർഷം ഞാൻ എല്ലാം മാറ്റും. ഇനി പഴയ ആളല്ല. പക്ഷെ ജീവിതം റീസെറ്റ് ചെയ്യേണ്ട ഒന്നല്ല, അത് റീഫ്രെയിം ചെയ്യേണ്ട ഒന്നാണ്. ഒരു ചിത്രം മതിലിൽ വളഞ്ഞു കിടക്കുമ്പോൾ ചിത്രം മാറ്റണോ? ചിത്രം മാറ്റുകയല്ല, മറിച്ച് ഫ്രെയിം മാറ്റിയാൽ മതി. അങ്ങനെ തന്നെയാണ് ജീവിതവും. വേദനകൾ മാറ്റണമെന്നില്ല, പക്ഷേ വേദനയെ കാണുന്ന കണ്ണ് മാറ്റിയാൽ മതി. എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് മാറിയാൽ ജീവിതം തന്നെ മാറും. പുതുവർഷം. ഒരു മനുഷ്യൻ എപ്പോഴും വൈകിയാണ് ഓഫീസിലെത്തുന്നത്. അവനെ എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട്. ഒടുവിൽ ഒരാൾ അവനോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അവൻ കയ്യിലെ വാച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് പൊട്ടിയതാണ്. അദ്ദേഹം ചിരിച്ചു. എങ്കിലത് മാറ്റിക്കൂടെ? അവൻ ചോദിച്ചു. പൊട്ടിയ വാച്ച് ദിവസത്തിൽ 2 തവണ ശരിയായ സമയം കാണിക്കും എന്നതാണ് ഉത്തരം. എന്നാലും പൊട്ടിയതാണെന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. ചിന്തിക്കൂ, ജീവിതത്തിൽ പൊട്ടിയ വാച്ചുകൾ പോലെ നമ്മൾ പിടിച്ചു നിർത്തുന്ന എത്ര ശരിയല്ലാത്ത ശീലങ്ങളുണ്ട്. പുതുവർഷം അവയെ മാറ്റാനുള്ള ധൈര്യത്തിന്റെ പേരാണ്. ജീവിതത്തിൽ എല്ലാം ശരിയാകുന്ന ദിവസം വരില്ല, പക്ഷേ എല്ലാം ഏറ്റെടുക്കാൻ നമ്മൾ ശക്തരാകുന്ന ദിവസം വരും. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ പലപ്പോഴും പിന്നിലായിരുന്നു. പരിഹാസങ്ങൾ, അവഗണന, നിശബ്ദമായ കരച്ചിലുകൾ. അവൻ ഒരിക്കലും പ്രതികരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു വേദിയിൽ അവനെ ആദരിച്ചു. അപ്പോൾ ആരോ ചോദിച്ചു, നീ ഇത്ര ശക്തനായത് എങ്ങനെയാണെന്ന്. അവൻ പറഞ്ഞു, ഞാൻ തോറ്റില്ല, ഞാൻ മൗനത്തിൽ തയ്യാറെടുക്കുകയായിരുന്നു. സ്നേഹമുള്ള ശ്രോതാക്കളെ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിശബ്ദമായി കരയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കൂ, നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഒരു സ്കൂൾ മുറ്റത്ത് വർഷങ്ങളായി കിടക്കുന്ന ഒരു പഴയ ബെഞ്ചുണ്ടായിരുന്നു. അല്പം പൊട്ടിപ്പൊളിഞ്ഞതാണ്, നിറം പോയത്, ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നത്. പുതിയ വർഷം വന്നപ്പോൾ സ്കൂൾ നവീകരിച്ചു. പുതിയ കസേരകൾ, പുതിയ പെയിന്റ്. ആരോ ചോദിച്ചു, ഈ പഴയ ബെഞ്ചിനി എന്തിനാണ്? അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞ ഉത്തരം ശ്രദ്ധേയമാണ്. ഇതിലാണ് ഒരു കുട്ടി ആദ്യമായിരുന്ന അക്ഷരം എഴുതിയത്. ഇതിലാണ് ഒരാൾ ജീവിതത്തിലെ ആദ്യ തോൽവിയിൽ കരഞ്ഞത്. ഇതിലാണ് ഒരമ്മ കുട്ടിയുടെ വിജയത്തിന് നിശബ്ദമായിരുന്ന് പ്രാർത്ഥിച്ചത്. ആ ബെഞ്ച് അവിടുന്ന് മാറ്റിയില്ല. അതിനു മുകളിൽ ഒരു ബോർഡ് വെച്ചു. പഴയതെല്ലാം ഉപേക്ഷിക്കേണ്ടതല്ല, ചിലത് നമ്മളെ മനുഷ്യരാക്കുന്നു. സ്നേഹമുള്ള ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ പിളർന്ന ഓർമ്മകൾ, വേദനകൾ, കണ്ണീര്, അവയിൽ ലജ്ജിക്കേണ്ട. അവയാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കിയത്. കുട്ടികളോടായി പറയട്ടെ, നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ മൂല്യമല്ല. യുവാക്കളോടായി പറയട്ടെ, നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളല്ല. മാതാപിതാക്കളോട്, നിങ്ങളുടെ സഹനം ബലഹീനതയല്ല, അത് അദൃശ്യ ശക്തിയാണ്. നിങ്ങൾ ചെയ്തതെല്ലാം കാണാതെ പോയിട്ടില്ല. ഒരു തലമുറയുടെ ശക്തി നിങ്ങളുടെ മടിയിലാണ് വളർന്നത്. നിങ്ങൾ പലപ്പോഴും കരഞ്ഞിട്ടില്ല, പക്ഷേ ചുമന്നിട്ടുണ്ട്. വാക്കുകളിലല്ല, ഉത്തരവാദിത്തങ്ങളിൽ. നിങ്ങളുടെ മൗനം കുടുംബത്തെ താങ്ങുന്ന ഒരു ശക്തമായ തൂണാണ്. നിങ്ങളുടെ ഓർമ്മകൾ ഭാരമല്ല, അവ ഒരു തലമുറയുടെ പാഠപുസ്തകമാണ്. പുതുവർഷം ആരെയും പിന്നിൽ വിടുന്നില്ല. ഇത് എല്ലാവർക്കും ഒരുപോലെ പുതിയ ഒരു ശ്വാസമാണ്. പുതുവർഷത്തിൽ വലിയ വാഗ്ദാനങ്ങൾ വേണ്ട, ചെറിയ സത്യസന്ധമായ 3 പ്രതിജ്ഞകൾ മതി. 1, എന്നെ ഞാൻ അപമാനിക്കില്ല. 2, എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ നിൽക്കും. 3, എന്റെ വേദനയെ ഞാൻ ശക്തിയാക്കും. ഓർക്കുക, നിങ്ങളുടെ ജീവിതം ആരുടെയും കമ്പാരിസണുള്ള സബ്ജക്റ്റ് അല്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക്. പുതുവർഷം പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ വേണമെങ്കിൽ തുടങ്ങാം, പക്ഷെ ജീവിതം മാറേണ്ടത് നിശബ്ദമായ തീരുമാനങ്ങളിൽ നിന്നാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ കഥ എഴുതുന്നത് നിങ്ങൾ തന്നെയാണ്. പുതുവർഷം നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ അടുത്തു കൊണ്ടുവരട്ടെ. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എപ്പോഴും ശക്തരായവരാണെന്ന് നമ്മൾ കരുതും, പക്ഷേ സത്യം ഇതാണ്, മുന്നോട്ട് പോകുന്നത് തളർന്നിട്ടും നിൽക്കാൻ തീരുമാനിച്ചവരാണ്. വീണവരല്ല പ്രശ്നം, വീണിട്ട് സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തവരാണ് തോറ്റവർ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇതുതന്നെ ഒരു വിജയമാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യുക, സ്വയം കൈവിടരുത്. ഒന്നുകൂടി പറയട്ടെ, സ്വയം കൈവിടരുത്. പുതുവർഷം പുതിയ ജീവിതം വാഗ്ദാനം ചെയ്യില്ല, പക്ഷേ പഴയ വേദനകളോടുകൂടി പോലും പുതിയ ധൈര്യത്തോടെ ജീവിക്കാൻ നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം കലണ്ടർ മാറ്റൂ, കണ്ണാടി ഒഴിവാക്കരുത്. അവിടെ കാണുന്ന മനുഷ്യനെ വിശ്വസിക്കൂ. പുതിയ വർഷം പുത്തൻ കലണ്ടർ അല്ല, പുത്തൻ കണ്ണാടിയാണ്. നന്ദി, നമസ്കാരം.